SFI പശ്ചാത്തലമുള്ളവരെ ഗവൺമെന്റ് പ്ലീഡർമാരായി നിയമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീഷിനെതിരെ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ഈ പ്ലീഡർ നിയമന വിഷയത്തിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രിയോട് സമയം തേടിയിട്ടും തന്നില്ലെന്ന അലോഷ്യസിന്റെ പരാതി വിഷയത്തെ KSU മുഖ്യമന്ത്രി പോരെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഇപ്പോൾ കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസിന് തന്നെ കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ആർക്കും വന്ന് തന്നെ കാണാം, ഒരാൾക്കും എന്റെ ഓഫീസിൽ അനുമതി നിഷേധിച്ചിട്ടില്ല. ഏറ്റവും സാധാരണക്കാർ മുതൽ പ്രധാനപ്പെട്ട ആളുകളെ വരെ കാണുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ല എന്ന് പറയരുത്, അദ്ദേഹം വ്യക്തമാക്കി. SH കോളേജിൽ വെച്ച് അലോഷ്യസിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനുള്ള ഫ്രെയിമിലുള്ളത് പിന്നീടാണ് കണ്ടത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിന് പോകാനുള്ള തിരക്കിലായിരുന്നു താനുണ്ടായിരുന്നത്. അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. അവഗണിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് പോലും. അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ഒരാൾക്കും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുകയുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് 2:50 തേവര കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗാണ്, റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 2:50 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് കൃത്യം എത്തുള്ളൂ. ഞാൻ ഏറ്റവും വേഗത്തിൽ, വളരെ വേഗത്തിൽ നടന്ന് വണ്ടിയിൽ കയറി അവിടെ എത്തുകയായിരുന്നു. KSU പ്രസിഡന്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡന്റ് ആയിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്, ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല, അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. ഇത് 2 മണിക്കാണ് ഈ പരിപാടി. തേവര കോളേജിൽ നടന്ന പരിപാടി 2 മണിക്കാണ്. 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് എന്നുകൂടി അവരെ അറിയിച്ചു. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. അല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. KSU കോൺഗ്രസിൻ്റെ മായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വന്ന് സംസാരിച്ചു. അവർ പറയുന്ന പരാതികൾ ഞങ്ങളുടെ ശ്രദ്ധയോടുകൂടി കേട്ടു. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ എന്താ അതിൻ്റെ കാരണം എന്ന് അവരോട് വിശദീകരിച്ചു. പിന്നെ നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ വരുന്നത്. 10,000-കണക്കിന് പരാതികളാണ് കിട്ടുന്നത്. ആ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ, ഒരാൾക്കും എൻ്റെ ഓഫീസ് ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ പല വാർത്തകളും കൊടുത്തു അനുമതി നിഷേധിച്ചെന്ന്. ഇത് ശരിയല്ല. കാരണം ഒരു വ്യക്തിക്ക് കാണാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് ആളുകളെ കാണുന്നത്. തീരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ആളുകൾ വരികയാണ്. 10 വർഷത്തിന് ശേഷമുണ്ടായ ഒരു ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ആശ്രിത നിയമനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, ബാങ്ക് ജപ്തിയുമായി വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളെ മുതൽ പ്രധാനപ്പെട്ട ആളുകളെ വരെ, ബാങ്കുകളുടെ പ്രതിനിധികൾ, സംഘടനകളുടെ പ്രതിനിധികൾ, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി താല്പര്യമായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കാണുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ലെന്നോ എൻ്റെ ഓഫീസ് ആർക്കെങ്കിലും അനുമതി നിഷേധിച്ചെന്നോ നിങ്ങൾ ദയവ് ചെയ്ത് വാർത്ത കൊടുക്കരുത്. അത് തെറ്റാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് 2:50 തേവര കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗാണ്, റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 2:50 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് കൃത്യം എത്തുള്ളൂ. ഞാൻ ഏറ്റവും വേഗത്തിൽ, വളരെ വേഗത്തിൽ നടന്ന് വണ്ടിയിൽ കയറി അവിടെ എത്തുകയായിരുന്നു. KSU പ്രസിഡന്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡന്റ് ആയിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്, ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല, അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. ഇത് 2 മണിക്കാണ് ഈ പരിപാടി. തേവര കോളേജിൽ നടന്ന പരിപാടി 2 മണിക്കാണ്. 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് എന്നുകൂടി അവരെ അറിയിച്ചു. അതൊക്കെ തെറ്റായ വാർത്തകളാണ്.